Good morning, babies. Roofi ponne. Zora kutti. Good morning. Good morning. Good morning. Shundari. Good morning. സുഖി എണീറ്റിട്ടില്ല. നമ്മൾ ഇന്ന് ജിമ്മിലൊന്നും പോയിട്ടില്ല. ഞാനിപ്പോഴേ എണീറ്റുള്ളൂ. ഇപ്പോഴേ സമയം 9:30 കഴിഞ്ഞു. ഇത് കണ്ട എൻ്റെ കൊറിയാണ്ടർ ലീഫ്, കൊറിയാണ്ടർ ചെടി. ഇതാ ഇതിൽ ഒരെല്ല നോക്ക്, ഇതാ കറക്റ്റ് കൊറിയാണ്ടറിൻ്റെ ഷേപ്പായിട്ട് വരുന്നുണ്ട്. വായോ വേഗം വായോ, ഇതിൽ പറിച്ചിട്ട് കൂട്ടാനിടാൻ നോക്കും. പിന്നെ മറ്റേതും വളർന്നു കേട്ടോ, അത് കൊണ്ടേ കാണിച്ചു തരാം. എന്താ ചീര ഉണ്ടാവും, ഇതും അതും ചീരയാണ്. അത് രണ്ടും നല്ല വന്നുണ്ട്. ഇത് മുളകാണ്. മുളകും കുറേ ചെടികൾ വന്നല്ലോ. അയ്യോ, ഞാൻ കുറേ കുരു കിട്ടും. അതാണ് നോക്ക. ഇതിൽ എന്താ പറയുക, ഫിറ്റസ്റ്റ് 1 mil സർവേ എന്ന് പറയുന്ന പോലെ ഏറ്റവും നന്നായി വളരുന്ന ചെടി വെക്കാം. ഇത് പിന്നെ ചീരയെല്ലാം നമുക്ക് ആവശ്യം വരും, എല്ലാം നമുക്ക് മുറിച്ചെടുത്ത് പിന്നെ അങ്ങനെ ഉണ്ടാവും. ഇത് ചീരയാണ്. പനീർ, എന്താ പനീറിന് ഒരു ഫോക്കസ് വരാത്ത. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് ചിയ സീഡ്സ് ഇല്ലേ, ചിയ സീഡ്സ് സോക്ക് ചെയ്തതിലേക്ക് നമുക്കൊരു ഹാഫ് ലെമൺ പിഴിയാം. ഫുൾ വേണ്ട, ഹാഫ്. ഹണി വേണമെങ്കിൽ ഒഴിക്കുക, പക്ഷെ വേണ്ട, ഇന്ന് വേണ്ട. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സവർഡോ ബ്രെഡില്ലേ, അതിനൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് സ്ലൈസ്. പിന്നെ ഇന്നലെ നമുക്ക് ബ്രെഡ് വാങ്ങുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാട്ടോ ഇത്. നോയ്സിൻ്റെ തന്നെ ഗോക്കമോളി സ്പൈസ്ഡ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, കാരണം നമ്മൾ ഗോക്കമോളി ഇവിടെ വീട്ടിലുണ്ടാക്കാറാണ്, അവക്കാഡോ വെച്ച് ഫ്രഷ് ആയിട്ട്. ഇതവർ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്, നോക്കിയിട്ട് പറയാം. പിന്നെ നമുക്ക് മുട്ടയും ചെയ്യാം. ബ്രെഡ് എടുത്തിട്ട് നമുക്കിനി ഇതിന് സ്പ്രെഡ് ചെയ്യാം. ഫോക്കസ്. പക്ഷെ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ, നന്നായിട്ടുണ്ട്. ഈ സ്പൈസ്ഡ് വൺ നന്നായിട്ടുണ്ട്. പ്ലെയിൻ ഒരെണ്ണം തന്നിട്ടുണ്ട് അവര്, പിന്നെ എന്തോ ഒരു കോക്കനട്ട് ചട്നിയും തന്നിട്ടുണ്ട്. 3 സാധനങ്ങളാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നത്. ഞാൻ 3 പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ 3 സാധനങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മളിത് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു എഗ്ഗ് വെച്ചിട്ട് കഴിക്കാം. ഇതിൽ ടൊമാറ്റോ എല്ലാം ഉണ്ട്. ഇത് ഫ്രഷാണ്, അപ്പോൾ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. നമുക്ക് ഇപ്പോൾ സമയമില്ലാത്ത നേരത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അടിപൊളി ഓപ്ഷനാണ്. ഹെൽത്തി, പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അവർ ഇട്ടിട്ടുണ്ട്, നമുക്ക് അറിയില്ല. ഇതാണ് കേട്ടോ അടുത്ത സാധനം ഇവർ തന്നേക്കുന്നത്, ഗോക്കമോളി ക്ലാസിക്. ഇതിൽ ചിലപ്പോൾ അത്ര സ്പൈസസ് ഇട്ടുണ്ടാവില്ല. ഒന്നിത്, പിന്നെ ഒരു നോയ്സിൻ്റെ കോക്കനട്ട് ചട്നി, ഫ്രഷ്ലി പ്രിപ്പയർഡ്, നോ പ്രിസർവേറ്റീവ്സ് ഇൻ സ്മോൾ ബാച്ചസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇതിപ്പോൾ എടുക്കണില്ല എന്തായാലും, ഇത് ദോശ ഉണ്ടാക്കുമ്പോൾ എടുക്കാം. ഓൾ സെറ്റ്. ലെറ്റ് മീ dive into this breakfast. ഇന്ന് ദീദി വരുന്ന ദിവസമാണ്. ഓൾറെഡി 10:30 ആയി. 11 മണിയൊക്കെ ആകുമ്പോൾ വരും. വേഗം കഴിച്ചിട്ട്
ഇവിടെയൊക്കെ കുറച്ച് കൊട്ടി വിടാനുള്ളതൊക്കെ കൊട്ടി വിടട്ടെ. ഇന്ന് മാസ്ക് ഇട്ടിട്ട് കൊട്ടി വിടണം. ഞാൻ പുതിയ കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് ട്രൂത്ത് ഓർ ഡെയറിൻ്റെ കാർഡ്സ്. ഇത് ഹു ഈസ് മോസ്റ്റ് ലൈക്ലി ടു. ഞാൻ എക്സാമ്പിൾസ് ഓരോന്നിൻ്റെയും കാണിക്കാവേ. ഇത് നെവർ ഹാവ് ഐ എവർ. എക്സാമ്പിൾസ് ഇപ്പം അല്ല കാണിക്കുക, സുഖി എണീറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലത്തെ ഓരോ കാർഡ് സുഖിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അത് ചെയ്യിപ്പിക്കാം ചുമ്മാ. സോ ഇത് ശരിക്കും നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ കൂടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. സോ ഞാൻ വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ, കസിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ നാട്ടിലേക്ക് എടുത്തിട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം എഫക്റ്റീവായി കളിക്കാൻ പറ്റുന്നൊന്നറിയില്ല. ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ, പിന്നെ അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട്സിൻ്റെ ഇവിടെ തന്നെ കൂടുന്നുണ്ട്. അവിടെ നമുക്കിത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് പോയി കുറച്ച് നേരം ഫൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഹാഫ് ടൈമിലൊക്കെ. ഇന്നില്ലേ 2:30 എനിക്ക് ലഞ്ച് കഴിക്കാൻ പറ്റി. വേറെ ഒന്നുമല്ല റീസൺ, ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു കുറച്ച്, ഞാൻ ചട്ടിയിലിട്ട് വടിച്ചെടുത്തു. മറ്റേ ചിക്കൻ ഷോർബ. ഇന്ന് ഞാൻ പപ്പടം കൂട്ടി കഴിക്കാൻ പോവാം. സുഖി പറഞ്ഞ് പപ്പടം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെയെന്ന്. അപ്പം ഞാനും പപ്പടം കൂട്ടി കഴിക്കാം. പിന്നെ കുറച്ച് കുക്കുംബർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഹാഫ് ബൗള് കേർഡ് കഴിക്കണം. ഓക്കെ, നല്ല സണ്ണി ഡേ ആണ്, സണ്ണി ഡേ ഔട്ട്സൈഡ്. നല്ല രസമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പച്ചയായിട്ട് കാണാൻ ഭയങ്കര മൈൻഡ് സൂത്തിങ്ങാണ്. ഇവിടെ വന്ന എൻ്റെ 1-2 ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വരുമ്പോൾ ഭയങ്കര കോസി വൈബ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ. ദാറ്റ്സ് റിയലി ലൈക്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ആ ഒരു വൈബ് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ടച്ച് വുഡ്. തൈര് കുടിച്ച് വന്നേക്കുന്നുണ്ട് കുഞ്ഞി വൈറ്റ് താടി വെച്ചിട്ട് ചിങ്ചാങ്ചു. അതാ ചാടി വന്നു അടുത്ത ചിങ്ചാങ്ചു. അയ്യോ, ചിങ്ചാങ്ചുവിന്റെ ഫേസ് കാണാൻ. റൂഫി, ഹലോ റൂഫി, കുഞ്ഞാൻ കുങ്കിയു ചൂ. നീ എന്താ ഇവിടെ നോക്ക്, നീ എന്താ വൈറ്റ് താടി വെച്ചിട്ട് തിരിക്കിട്ട്. അവന്റെ പാത്രമാണോ നോട്ടം? അവൻ ഫുള്ള് കഴിച്ചു റൂഫി, ബാക്കിയൊന്നുമില്ല, ഫുൾ കാലി. കൊക്കോ കരയുണ്ടാ? കൊക്കോ കരഞ്ഞപ്പോ സോറോ റൂഫി പോയി നോക്കുക. നല്ല കുട്ടികള്. അവിടെ റൂഹി കൊക്കോനെ സിറ്റ് സ്റ്റേ ഒക്കെ പറയുന്നുണ്ട്. കാണോ? ക്ലിയർ ഉണ്ടാവില്ല. ഗുഡ് ഈവനിങ് ഗൈസ്. ആസ് യൂഷ്വൽ വാക്കിങ്ങിന് വന്നിട്ടുണ്ട്. ആരുടെ ഷർട്ട് അത്? സുഗിന്റെ ഷർട്ട്, സുഗിന്റെ ഷോർട്സ്. രണ്ട് സുഗിക്ക് തികയാണ്ടായി. സുഗി വലുതായി. അതെ, സുഗി വലുതായപ്പോ സുഗിന്റെ ഷർട്ട് എനിക്ക് തന്ന്, സുഗിന്റെ ട്രൗസർ എനിക്ക് തന്ന്. ഇപ്പൊ നല്ല സുഖ ലൂസ് ഡ്രസ് ഇട്ടതാണ്. അത് വലിയ സുഗി, ഇത് ചെറിയ സുഗി അല്ലേ സോറോ? അത് വലിയ ഡാഡി, ഇത് ചെറിയ ഡാഡി. വാടാ. മൊമ്മോ വരുന്നുണ്ടത്രേ. വരുന്നുണ്ട്. Oh, Momo, were you sad? Your video in place. Today I said good morning, Momo. Today she is looking. Mom, she. Come, Rufi, come. Ba, let's go. Let's go. Go. നീ എന്താ പറഞ്ഞത്? 100 days ചെയ്യുമ്പോ
എനിക്കതൊരു ബുദ്ധിമുട്ടാവൂലേ? സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയി വന്നു. സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രഷർ പോലെ ഉണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട്. എഡിറ്റിംഗ് കുറച്ച് ഫാസ്റ്റ് ആയി. പിന്നെ എടാ ഷോർട്ട് വീഡിയോനോടെ എഡിറ്റിങ്ങിന് കൂടുതൽ ടൈം എടുക്കുക. റീലും ഇവള് ചെയ്യണതിനൊക്കെയാണ് ടൈം എടുക്കുക. ഇതാവുമ്പോ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്ത് കളയേണ്ടി ഒക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതിയാ. ലെങ്ത് വേണമല്ലോ എന്തായാലും. പിന്നെ കുറച്ചൊക്കെ റോഡും ചില ഓഡിയോ കേൾക്കാൻ പറ്റാത്താണെങ്കിൽ മ്യൂട്ട് ചെയ്ത് അവിടെ ഒരു വോയിസ് ഓവർ കൊടുക്കും ചുമ്മാ. അങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ 3 ഗെയിംസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോ അതെങ്ങനെ ഉണ്ടെന്ന് ഇവർക്ക് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കാന് ഫസ്റ്റ് നീ എടുക്കണം, എന്നിട്ട് എടുത്തിട്ട് ചെയ്യണോ? ചെയ്യണോ. ഇനോഗ്രേഷൻ ഈസ് വിത്ത് യു. ഇത് ഏതാ സെറ്റ് പറ, ഏത് ഡെക്കാ അത്? അതിൽ നിന്ന് റാൻഡം ഉള്ളിന്ന് ഒരു കാർഡ് എടുക്ക്. സിംഗിൾ കാർഡ് മതി. കാണിക്കണം, ഫൗള് കളിക്കരുത്. എന്താ വായിക്ക്? ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിറയെ ചിരിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിച്ചിട്ടുണ്ട്? ശരി, അപ്പൊ നിനക്ക് പണിഷ്മെന്റ്. ഒരു ബജി ഒരു ബൈറ്റ് എടുത്തോ. ചുമ്മാ അങ്ങനെയാണത്. ശരിക്കും ഇത് ബൂസ് ഗെയിം ആണ്. അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ ബൂസ് അടിക്കണം, ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതവിടെ വെച്ച് പിന്നെ വെക്കാം. ഞാൻ അടുത്ത സെറ്റ് എടുക്ക്. ഇതാണ് ആൾക്കാരനെ ട്രബിൾ ചെയ്യാൻ പറ്റിയത്. അയത്തരണം. നല്ലത് കിട്ടിയാ മതി. കുറച്ച് ഉറക്കെ സംസാരിക്കുന്ന, ഈ മൈക്ക് ഇട്ടിട്ടില്ല. എന്താ ട്രൂത്ത്? എന്താ What is the best last excuse you use to cancel plans? അപ്പൊ ഇത് നിനക്ക് ട്രൂത്തേ പറഞ്ഞൂടെ? ഇവര് പേര് പറഞ്ഞിട്ട് പ്ലാൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയർ എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? ഡയർ എന്തായിരുന്നു പിന്നെ ആൾക്കാർ വിചാരിക്കും നമ്മള് ഡോഗ്സിനൊക്കെ വിട്ടിട്ട് വൂൾഫിനും പെറ്റാക്കാൻ തുടങ്ങിയെന്ന്. അതങ്ങനെ വെക്കേ. അടുത്ത സെറ്റ് അതെന്താ? അതിപ്പോ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടെങ്കിൽ നീ അത് വായിച്ചിട്ട് ആ ഗ്രൂപ്പിൽ ആരാണ് അതിന് കൂടുതൽ മാച്ച് ആവണെന്ന് പറയണം. അപ്പൊ ഇപ്പൊ ചുമ്മാ നമ്മൾ രണ്ടാളേ ഉള്ളൂ. നോക്ക്. Who's most likely to embarrass themselves in front of strangers? എന്നൊക്കെ നാണക്കേട് ഉണ്ടാക്കണ ഒരേ എത്ര കറക്റ്റ് ആയിട്ട് വന്നു നോക്ക്. ഓക്കെ, ഡൺ. അപ്പൊ ഇതാണ് നമ്മള് ഇന്നും ഇനി ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോ കളിക്കാൻ പോണ ഗെയിം. അതിന്റെ കൂടെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. എന്റെ ഗ്രീൻ ടീ, സുഗീന്റെ ഒരു കപ്പ് ചായ, പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ 50 റുപ്പീസിന് ഇത് കൊറേ ഉണ്ട്. ഇത് ആക്ച്വലി രണ്ടാൾക്ക് ഇത് കൂടുതലാണ്. 30 ഒക്കെ മതിയായിരുന്നു ശരിക്കും. കുറച്ച് അനിയനും ചട്നിയും കുറേ ബജിയും തന്നുണ്ട്. ഓക്കെ, ചായ കുടിക്കാം. കാരണം ഞാൻ പിന്നെ പോയി തിരിച്ചു വരുമ്പോ കറക്റ്റ് ആയിരിക്കും ടൈം. ഇത് അടക്കട്ടെ. അപ്പൊ നമ്മൾ കോക്ടെയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ച കോക്ടെയിലാണ്. ഇതിന്റെ പേരെന്താ ഞാൻ ഇട്ടത്? ട്രോപ്പിക്കൽ വോഡ്ക ബ്രീസ, അങ്ങനെ എന്തോ പേര്. ഞാൻ പിന്നെ പറയാം. നമ്മള് മരിച്ചുപോയ കാരണവന്മാരനൊക്കെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണം. അതെന്താ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ കാരണവന്മാരനെ അതിലടി ബോട്ടിലിനെ ചുറ്റാൻ എന്തിന് ഇത് ഇങ്ങനെ ആക്കിയാ മതി. വേഗം പോകും. ഗ്രാവിറ്റി അല്ലേ. സോറോന് റൂഫിന്റെ ആപ്പിൾ വേണമെന്ന്. സോറോ നിനക്ക് വേറെ തരം മമ്മി. ശരി, അത് വിട്. അത് അവർ ചണ്ടിട്ടോളൂ. അടുത്തത് ഒരു ഡ്രിങ്കും കൂടെ ഉണ്ടായല്ലോ. ടെൻഡർ കോക്കനട്ട് വാട്ടർ. നെക്സ്റ്റ് നമ്മൾ ആഡ് ഇല്ല. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഏറ്റവും അവസാനം എപ്പോഴും സ്പ്രൈറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കഴിഞ്ഞ തവണ ഞാൻ ചെയ്ത അബദ്ധം എന്നറിയോ,
ഈ 2.5 ലിറ്ററിന്റെ സ്പ്രൈറ്റ് ഫുള്ള് ആദ്യം ആഡ് ചെയ്ത്, പിന്നെ ഈ ജ്യൂസുകളൊന്നും ആഡ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ സ്പ്രൈറ്റ് ശരിക്കും നമുക്ക് ലാസ്റ്റ് ഇതിന് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തോളൂ. നീ കുറച്ചുകൂടെ അടുത്ത് വന്നല്ലേ വോയിസ് കേൾക്കില്ല. കഴിഞ്ഞു. ലിച്ചി ഫുള്ള് ഒഴിക്കണേ. ലിച്ചിന്റെ ടേസ്റ്റാണ് നമ്മൾ ഇതിനെ ഇതാക്കാൻ പോകുന്നത്. അടുത്തത് ടെൻഡർ കോക്കനട്ട് വാട്ടർ. ഇത് ഇത്ര മതി. കാരണം ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രൈറ്റ് വേണം. സ്പ്രൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫിസ് വരാം. ശരിക്കും അപ്പൊ അടുത്ത പ്രാവശ്യം മുതല് 1.5 ലിറ്റർ വാങ്ങിയാൽ മതി. ഇത്രേന്റെ ആവശ്യമില്ല. ജിമ്മിലൊക്കെ പോണ്ടല്ലേ? അതല്ല, ഇത് തെറിക്കണു. വെയിറ്റ് അല്ല പറഞ്ഞ്. അത് അവിടെ ഒഴിക്കുന്നത് ഒഴിക്കറിയൂല കൊച്ചിട്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇടാനുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഇടാൻ പോണ സാധനങ്ങള് സ്ലൈസ്ഡ് ആപ്പിൾസ്. ഇതെല്ലാം ഇങ്ങനെ റിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇടും. പിന്നെ സ്ലൈസ്ഡ് ഓറഞ്ച് ഇതിങ്ങനെ ഇടും. സ്ലൈസ്ഡ് ലെമൺസ്, പിന്നെ കുറച്ച് മിന്റ് ലീഫ്. അത് ഇടാൻ നേരത്തെ വെറുതെ ഒന്ന് കയ്യിൽ തിരുമ്മിയിട്ട് അങ്ങനെ ഇടും. ഓക്കെ, ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ലെങ്ത് വേണ്ടി മൊത്തത്തിലൊന്ന് ഇളക്കി വിടുക, ഇല്ലെങ്കിൽ ഇത് ലെയർ ആയിട്ടിരിക്കും. ഓക്കെ, അയ്യോ റെസ്റ്റ് കൊടുക്ക. റെസ്റ്റ് വെല്ലി പുറത്തേക്ക് വരില്ലേട്ടാ. ഓക്കെ, ഡൺ. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിയ സീഡ്സ് ഇട്ട് ആരോ സജഷൻ ആയിരുന്നത് കസിന്റെ. എന്നിട്ട് അത് പോയി ഇതിൽ അടഞ്ഞിരുന്നു. പിന്നെ ടാപ്പിൽ കൂടെ വരാണ്ടായി. ഇപ്പൊ ഇത് സെറ്റാണ്. ഇനി പാർട്ടി തുടങ്ങണ വരക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന്റെ കൂടെ ടച്ചിങ്സ് ഹെൽത്തി, ഇത് മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്ന ബാർബിക്യൂ ഫ്ലേവറിലുള്ള പോപ്കോൺസ് ആണ്. ഡൺ. സോ വെൽക്കം ടു അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ. അങ്ങനെ 12:30 ആയപ്പോൾ നമ്മൾ സെമി ഫൈനൽസ് കാണാൻ വേണ്ടി ഇരുന്നു എല്ലാവരും കൂടെ. നമ്മൾ മൊത്തം ഒരു 7 പേരെന്തോ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ക്ലോഷർ എടുക്കാനൊന്നും എനിക്ക് സെപ്പറേറ്റ് പറ്റിയില്ല. ഞങ്ങൾ ഫുൾ ഗെയിം കളിക്കലും പിന്നെ മാച്ച് നോക്കലും ഫുഡ് അടിക്കലും ഒക്കെ ആയിരുന്നു. ഫുഡൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, ഫുഡൊന്നും എടുത്തില്ല. പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു.